ഈ ചുവപ്പ് നിറത്തിൽ കാണുന്നതാണ് ഓഷ്യൻ ഫ്രൂട്ട്സ്. പേര് മാത്രമേ ഇങ്ങനെയുള്ളൂ, എന്നാൽ സംഭവത്തിന് ജീവനുണ്ട്. ഇവയെ ക്രിൽസ് എന്നാണ് വിളിക്കുക. കാണാൻ ചെമ്മീനോട് സാമ്യമുണ്ടെങ്കിലും നോർമൽ ക്രിൽസിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്ററും താഴെയാണ്. എന്നാൽ അന്റാർട്ടിക്കയിൽ കണ്ടുവരുന്ന ക്രിൽസ് 6 സെൻറ്റിമീറ്റർ വരെ വലിപ്പമുള്ളവയാണ്. നമ്മൾ മനുഷ്യർ ഒരു വർഷം 2 ലക്ഷം ടൺ ക്രിൽസിനെ സമുദ്രത്തിൽ നിന്ന് പിടിച്ച് ഭക്ഷിക്കാറുണ്ട്. സമുദ്രത്തിൽ വളരെയധികം കണ്ടുവരുന്ന ഇവ നീലത്തിമിംഗലം, പെൻഗ്വിൻസ്, നീർനായ എന്നിവയുടെ പ്രധാന ഭക്ഷണമാണ്. സമുദ്രത്തിലെ ആഹാര ശൃംഖലയെ ഏറ്റവും അധികം നിയന്ത്രിക്കുന്നതും ഇവയാണ്. സമുദ്രത്തിലുള്ള മൈക്രോ പ്ലാന്റുകളെയാണ് ഇവ ഭക്ഷിക്കാറ്. ഒരു തിമിംഗലം ഒരു ദിവസം 16 ടൺ ക്രിൽസിനെയാണ് ഭക്ഷിക്കുക. വംശനാശം സംഭവിക്കുന്ന നീലത്തിമിംഗലത്തിൻ്റെ കുറവ് ക്രിൽസിൻ്റെ എണ്ണം കൂട്ടുമെന്ന് കരുതിയിരുന്ന ഗവേഷകർക്ക് തെറ്റി. കാരണം ക്രിൽസ് ഭക്ഷിക്കുന്ന മൈക്രോപ്ലാന്റ്സിൻ്റെ വളർച്ചയ്ക്ക് നീലത്തിമിംഗലത്തിൻ്റെ വിസർജ്യവും ഒരു ഘടകമാണ്. അതിനാൽ തിമിംഗലം ഇല്ലാത്തതിനാൽ ക്രിൽസിൻ്റെ എണ്ണവും മൈക്രോപ്ലാന്റ്സിൻ്റെ എണ്ണവും കുറയ്ക്കാനായിട്ട് കാരണമാകുന്നുണ്ട്.